ഇപ്പൊ തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിച്ചു എന്ന് പറഞ്ഞാൽ കേരളം പിടിച്ചതിന് തുല്യമാണ്. ഇവർ പറയുന്ന പോലെ കേരളമാണ് മാറൂല, ഇതൊക്കെ ആ കാലമൊക്കെ പോയി. രാജീവ് ചന്ദ്രശേഖർ ബി.ജെ.പിയുടെ സാരഥ്യം ഏറ്റെടുത്ത സമയത്ത് മുന്നോട്ട് വെച്ച ഒരു അജണ്ട എന്ന് പറയുന്ന മുദ്രാവാക്യം വികസിത കേരളം. സ്വന്തം ജെറ്റുമായിട്ടൊക്കെ പറക്കുന്ന ഒരാളെ, അത്രയും IT മുതലുള്ള അദ്ദേഹമാണ് ഇന്ന് ബസ്സിലും ട്രെയിനിലും നടന്നുമൊക്കെ വന്ന് കേരളത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നത്. ഇപ്പൊ ഈ ഉള്ള രണ്ട് പാർട്ടി എന്ന് പറയുന്നത് അവരുടെ രാഷ്ട്രീയം നിലനിൽക്കുക, വേറെ ഇല്ല. ഈ കമ്മ്യൂണിസ്റ്റ് കോട്ടകളിൽ പോലും വിള്ളലുണ്ടാക്കാൻ ബി.ജെ.പിക്ക് സാധിച്ചു എന്നുള്ളതാണ്. തിരുവനന്തപുരം തൊട്ട് കാസർഗോഡ് വരെ കമ്മ്യൂണിസ്റ്റ് എന്ന് പറയുമ്പോൾ ഈ കേരളത്തിൽ മാത്രം മതി. ഇപ്പൊ ഇവിടെ നിന്ന് അടുത്ത അറബിക്കടലാണ്, അതാണ്. അപ്പൊ അവര് അതെ, അതാണ് ഇതോടെ തീരുന്നതാണ്. അല്ല, മറ്റു ചാനലുകളിലൊന്നും ഇന്ന് വലിയ ആവേശം കാണുന്നില്ല. അയ്യോ, കുറെ ആൾക്കാർ കുറെ പൈസ ആയിട്ട് കൊണ്ടുവന്ന് ഇവിടെ ചാനലൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഓപ്പോസിഷൻ ആൾക്കാരെ അതിൽ പറഞ്ഞ പോലെ കുറെ തീവ്രവാദ സംഘടനയിൽ നിന്നൊക്കെ ഫണ്ട് കിട്ടുക, അതിലേക്ക് വേണ്ടി. പിന്നെ ലേഡീസിന് സേഫ്റ്റി ഇല്ല എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി ഉണ്ട്, അതിൽ പ്രവർത്തിക്കുന്ന ഒരു MLA ഇങ്ങനെയാണെന്നൊക്കെ കാണുക. എന്നാൽ ഈ രണ്ട് വിഷയവും കൂടുതലും കൊണ്ടുവന്ന് നമ്മളെ ജനം TV-യാണ്. രാജ്യസ്നേഹമുള്ളതും രാജ്യത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നതും പ്രോഫിറ്റിന് അല്ലാതെ ഒരു സേവനമായിട്ട് പ്രവർത്തിക്കുന്നത് ജനം TV-യാണ്. നമസ്തേ. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന വാശിയേറിയ തിരഞ്ഞെടുപ്പിൽ ഭാരതീയ ജനതാ പാർട്ടി മികച്ച മുന്നേറ്റമാണ് നടത്തിയത്. തിരുവനന്തപുരം കോർപ്പറേഷൻ ചരിത്രത്തിലാദ്യമായി BJP ഭരിക്കാൻ പോവുകയാണ്. ഈ ഒരു പശ്ചാത്തലത്തിൽ ഇന്ന് ഞങ്ങളോടൊപ്പം ഇവിടെ അതിഥിയായി എത്തിയിരിക്കുന്നത് ജനം TV-യുടെ മാനേജിംഗ് ഡയറക്ടറും ഉദയ ഗ്രൂപ്പ് ഓഫ് ഹോട്ടൽസിൻ്റെ ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടറും BJP ദേശീയ കൗൺസിൽ അംഗവുമായ ഡോക്ടർ ചെങ്കൽ S. രാജശേഖരൻ നായരാണ്. അദ്ദേഹത്തെ സ്നേഹാദരങ്ങളോടെ സ്വാഗതം ചെയ്യുന്നു. നമസ്തേ. നമസ്തേ. എന്തായാലും വലിയ സന്തോഷം അല്ലേ? കാരണം പ്രതീക്ഷിച്ചിരുന്നു, വലിയൊരു മുന്നേറ്റം ഉണ്ടാക്കും എന്ന് പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ അധികാരം പിടിച്ചെടുക്കുമോ? കാരണം അത്ര ടൈറ്റ് ഫൈറ്റ് ആയിരുന്നല്ലോ അല്ലേ? നെക്ക് ടു നെക്ക് ഫൈറ്റൊക്കെ ഉണ്ടാവുമെന്നാണ് പ്രതീക്ഷിച്ചത്. പക്ഷേ BJP തുടക്കം മുതൽ തന്നെ ലീഡ് നിലനിർത്തിപ്പോയി അല്ലേ? ഈ വിജയത്തിൻ്റെ പ്രധാന കാരണം എന്താണ് താങ്കളുടെ ഒരു അസസ്മെൻറ്റ്? പ്രതീക്ഷിച്ചതിനും അപ്പുറം ആഗ്രഹവും ഒരുപാട് പ്രാർത്ഥന ഇതിൻ്റെ കൊണ്ടുണ്ട്. ഈ ഇടത് വലുതുകാരൊക്കെ പറയും ഇത് കേരളമാണ്, ഇത് മാറൂല, ഇവിടെ എന്തെങ്കിലും കൊടുത്ത ആളുകൾ എങ്ങനെ രീതി മാറ്റിവെക്കാം. അതിൽ നിന്ന് മാറി ഇന്ന് നമ്മുടെ സ്റ്റേറ്റിൻ്റെ ഒരു പ്രസിഡന്റ് എന്ന് നമ്മളെ BJP-യുടെ സ്റ്റേറ്റ് പ്രസിഡന്റായിട്ട് വന്നിട്ടുള്ള രാജീവ് ചന്ദ്രശേഖർ എന്ന് പറയുമ്പോൾ സ്വന്തം ജെറ്റുമായിട്ടൊക്കെ പറക്കുന്ന ഒരാളെ, അത്രയും IT മുതലുള്ള അദ്ദേഹമാണ് ഇന്ന് ബസ്സിലും ട്രെയിനിലും നടന്നുമൊക്കെ വന്ന് കേരളത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സ്റ്റേറ്റ്. അതൊരു ഉത്തരവാദിത്വം മീൻസ് ഒരു ചലഞ്ചോടുകൂടി വന്നതായിട്ട് തന്നെ നമുക്ക് തിരിച്ചറിയാം. കാരണം അത് ബിസിനസ് രംഗത്തൊക്കെ സക്സസ് ആയ ഒരു വ്യക്തിയാണ്. കേരളത്തിലല്ല, ഇന്ത്യക്കകത്തോ ഒരിടത്തും ഇങ്ങനെ ഒരു സ്റ്റേറ്റ് പ്രസിഡന്റ് കിട്ടില്ല. ഇത്രയും എഡ്യൂക്കേറ്റഡ് ആയിട്ടും ഇത്രയും പേഴ്സണാലിറ്റി, ഇത്രയും വെൽത്തും ഒക്കെ ഉള്ള മാറ്റം. പക്ഷെ അദ്ദേഹം തന്നെ വന്നിരിക്കുന്ന നമുക്കൊരു മാറ്റം ആവശ്യമാണ്. അതുപോലെ ഞാനും ഒരു ബിസിനസ്സുകാരനായിട്ട് ഇവിടെ വന്ന് കേരളത്തിൽ വന്നത് ബോംബെയിൽ നിന്ന് 27 വർഷമായിട്ട് ഇവിടെ വന്ന് വർക്ക് ചെയ്യുന്നത് മാറ്റത്തിന് വേണ്ടിയാണ്. ഇവിടെ പൈസ ഉണ്ടാക്കാൻ ഞാൻ ബോംബെയിൽ ബിസിനസ് ചെയ്തുകൊണ്ടിരുന്ന അവിടെ ഹാപ്പി അല്ലേ? അവിടെ ചെയ്യാവുന്ന ഇവിടെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇവിടെ ഒരു മാറ്റമാണ്. ഇവിടെ ഒന്ന് ചെയ്തു, നമ്മൾ കാണിച്ചു കൊടുക്കുന്നത് ടൂറിസത്തിന് എന്തൊക്കെ സാധ്യതയുണ്ട്, വിദ്യാഭ്യാസം എങ്ങനെ ഇരിക്കണം എന്ന രീതിയിൽ സ്കൂളൊക്കെ ചെയ്യും. ഇതെങ്ങനെ മാറ്റം, അങ്ങനെ ഒരു മാറ്റത്തിന്റെ ഇതായിട്ടാണ് ഇന്ന് നമുക്ക് കിട്ടുന്ന റിസൾട്ട്. ഇവർ പറയുന്ന പോലെ കേരളമാണ് മാറൂല, ഇതൊക്കെ ആ കാലമൊക്കെ പോയി. ഇപ്പൊ അത് അന്ന് ആണെങ്കിൽ എഴുതാനും വായിക്കാനും 1-2 പേപ്പറുകളും ഒരു റേഡിയോ കൂടെ കേൾക്കുന്നതിനപ്പുറം യാഥാർത്ഥ്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുന്നില്ല. ഇന്ന് യാഥാർത്ഥ്യങ്ങൾ ഇന്നിപ്പോ നമ്മളിവിടെ കൂലിവേല ചെയ്യുന്നവന്റെ കയ്യിലും മൊബൈലും വാട്സാപ്പും ഒക്കെ ഉണ്ട്. നമ്മളെക്കാളും കൂടുതൽ അവരൊക്കെയാണ് കാണുന്നത്, കേൾക്കുന്നത്. അതുകൊണ്ട് സത്യസന്ധം ശരിയായതാണ് തെറ്റായതാണെന്ന് മനസ്സിലാക്കിയ മാറ്റത്തിന്റെ ഒരു റിസൾട്ടാണ് ഇന്ന് വന്നതായിട്ടുള്ള ഒരു റിസൾട്ട്. അല്ല, BJP പ്രത്യേകിച്ച് രാജീവ് ചന്ദ്രശേഖർ BJP-യുടെ സാരഥ്യം ഏറ്റെടുത്ത സമയത്ത് മുന്നോട്ട് വെച്ച ഒരു അജണ്ട എന്ന് പറയുന്ന മുദ്രാവാക്യം വികസിത കേരളം അല്ലേ? ഒപ്പം വികസിത അനന്തപുരി അല്ലേ? തിരുവനന്തപുരത്തിൻ്റെ വികസനം മുൻനിർത്തിയാണ് BJP വോട്ട് പിടിച്ചത്. വികസനത്തിന് വേണ്ടി ഒരു വോട്ട് എന്നുള്ളതാണ് അല്ലേ? അതും ജനങ്ങൾ സ്വീകരിച്ചു എന്നല്ല മനസ്സിലാക്കേണ്ടത്. വിദ്യാഭ്യാസമുള്ള ആൾക്കാരാണ് കൂടുതലും തിരുവനന്തപുരം കോർപ്പറേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ട്.
ഇപ്പൊ തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിച്ചു എന്ന് പറഞ്ഞാൽ കേരളം പിടിച്ചതിന് തുല്യമാണ്. തീർച്ചയായും. പത്മനാഭന്റെ മണ്ണ് പിന്നെ നമ്മളാണ് BJP ആണ് ഭരിക്കുക എന്ന് പറയുന്നത്. അതുപോലെ നമ്മൾ ബോംബെയിലും പറയും, ബോംബെയിലെ മുനിസിപ്പൽ കോർപ്പറേഷൻ പിടിച്ചു എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഭരണത്തിനേക്കാളും വലുതാണ് അവിടുത്തെ കോർപ്പറേഷൻ. അതേപോലെ ഒരു മാറ്റം എങ്ങനെയെന്നുള്ളത് കാണിച്ചു കൊടുക്കാൻ പറ്റിയ ഒന്നാണ് തിരുവനന്തപുരം കോർപ്പറേഷന്റെ. കുറേ വർഷങ്ങളായിട്ട് ശ്വാസം മുട്ടിയിരിക്കുന്നതിനപ്പുറം ഇടത്തും വലുതും അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറയുന്നതല്ലാതെ യാഥാർത്ഥ്യം മനസ്സിലാക്കിയൊന്നും ചെയ്യില്ല. ഇപ്പൊ സ്മാർട്ട് സിറ്റിയിൽ ഒരുപാട് ഫണ്ടുകളുണ്ടായിരുന്നു, ഒന്നും ഉപയോഗിക്കുന്നില്ല. യാഥാർത്ഥ്യമാണ്, ഇപ്പൊ ഒന്നുമില്ല. എഡ്യൂക്കേഷൻ ഫീൽഡിൽ പോലും ഇപ്പം വന്നിട്ടുള്ള സെൻട്രൽ ഗവൺമെന്റ് സ്കീം ഇവിടെ നടപ്പിലാക്കുന്നില്ല. അവർ പറയുന്നത് സെൻട്രലിന്റെ വേണ്ട, പക്ഷെ നമുക്ക് സാധാരണ ജനങ്ങൾക്ക് അവകാശപ്പെട്ടതാണ്. അത് മനസ്സിലാക്കാതെ ഇവരിടത്തും വല്ല അവരുടെ രാഷ്ട്രീയം നിലനിൽക്കുക എന്നുള്ള, ഇപ്പൊ ഈ ഉള്ള 2 പാർട്ടി എന്ന് പറയുന്നത് അവരുടെ രാഷ്ട്രീയം നിലനിൽക്കുക, വേറെ ഒട്ടും ഇല്ല. സെൻട്രൽ എന്ന് പറയുമ്പോൾ കോൺഗ്രസ് ഒരിക്കലും സെൻട്രലിൽ വരാൻ പോകുന്നില്ല. കമ്മ്യൂണിസ്റ്റ് എന്ന് പറയുമ്പോൾ ഈ കേരളത്തിൽ മാത്രം മതി. ഇപ്പൊ ഇവിടെ നിന്ന് അടുത്ത അറബിക്കടലാണ്. അതാണ് അപ്പൊ അവര് അതെ, അതാണ് ഇതോടെ തീരുന്നതാണ്. അപ്പൊ അങ്ങനെ വരുമ്പോ അതിനകത്ത് എന്തൊക്കെ ജാതി മതവും വിശ്വാസമൊക്കെ തമ്മിൽ അടുപ്പിച്ചും ഒക്കെ ഒരു വോട്ട് ചെയ്യും. ഇങ്ങനെ ഇതൊക്കെ ശീലിച്ചിരുന്നത് ഇനി അത് മാത്രമല്ല, ഇടതും വലത് മുന്നണികള് വർഗീയ ശക്തികളുമായിട്ട്, പ്രത്യേകിച്ച് രാജ്യ സുരക്ഷയ്ക്ക് പോലും ഭീഷണിയായിട്ട് നിൽക്കുന്ന ശക്തികളുണ്ട്. അവരുടെ ഈറ്റിലാണല്ലോ കേരളം. അപ്പം അത്തരം ശക്തികളുമായി കൈകോർത്തു, അതായത് വോട്ടിന് വേണ്ടി എന്തും ചെയ്യും, ആരുമായിട്ടും കൂട്ടുകൂടും. അങ്ങനെ ഒരു നയവുമായിട്ട് മുന്നോട്ട് പോയവർക്ക് ഉള്ളൊരു തിരിച്ചടി കൂടിയല്ലേ ഇത്? അവരുടെ നിലനിൽപ്പിൻ്റെ ആരുമായിട്ടും കൂട്ടും. എപ്പോഴും ഒരു ഭൂരിപക്ഷമാണ് അവർക്ക് ടാർഗറ്റ്, മൈനോറിറ്റി വോട്ട് കിട്ടുന്നത്. അപ്പോഴും അതെല്ലാം സഫർ ചെയ്യുന്നത് ഒരു ഭൂരിപക്ഷമാണ്. അതിൻ്റെ ഉദാഹരണമാണ് ഇപ്പോൾ ക്ഷേത്രം ഭരണം അടിച്ചു, ക്ഷേത്രത്തിൻ്റെ പൈസയൊക്കെ എടുത്ത് യൂസ് ചെയ്യുന്ന, അതിൻ്റെ അധികാരമൊക്കെ ഉപയോഗിച്ച് രാജകീയമായിട്ട് നടക്കുന്നതിനപ്പുറം ക്ഷേത്രത്തിൻ്റെ മുതൽ പോലും കൊള്ളയടിക്കുക എന്ന് പറയുമ്പോൾ, അതിൻ്റെ വാതിൽ പോലും കൊള്ളയടിക്കുക എന്ന് പറയുമ്പോൾ, അതിനകത്തുള്ള സ്വർണ്ണം ഏറ്റവും കേൾക്കുമ്പോൾ നമ്മൾ മലയാളി കേരളം അയ്യോ നിങ്ങൾ അവിടുത്തെ ആൾക്കാർ ഇങ്ങനെയാണോ, ക്ഷേത്രം ഭരിക്കുന്ന ആൾക്കാർ ഇങ്ങനെയാണോ എന്ന് പറയുമ്പോൾ നമുക്ക് പറയാൻ പറ്റില്ല. നമ്മൾക്ക് എപ്പോഴും ആരോട് പറയാൻ അത് ഭരിക്കുന്ന വേറെയാണ്, അത് ദേവസ്വം എന്ന് പറയുന്നതാണ്, അതിൻ്റെ മെയിനുള്ളത് രാഷ്ട്രീയക്കാരുടെ ഇടത്തും വലത്തിൻ്റെ ആൾക്കാരാണ് ഭരിക്കുന്നത്, BJP ഇങ്ങനെയൊക്കെ പറയാൻ നമുക്ക് തന്നെ ബുദ്ധിമുട്ടുണ്ട്. പലരും കേൾക്കുമ്പോൾ ഞാൻ കേരളത്തിൽ നിന്നാണ് അയ്യപ്പൻ, അപ്പൊ അവരിങ്ങോട്ട് പെട്ടെന്ന് കേൾക്കുകയാണ് സ്വാമി അയ്യപ്പൻ്റെ മോഷണം, നിങ്ങളൊക്കെ വിശ്വാസത്തെ ഇങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത്. ആ രീതിയിലാണ് അതൊക്കെ നമ്മൾ ഫേസ് ചെയ്യാണ്. അല്ല, ഇതൊക്കെ വോട്ടർമാരെ സ്വാധീനിച്ചിട്ടുണ്ടാവില്ലേ അല്ലേ? അവർ വിലയിരുത്തിയിട്ടുണ്ടാവുമല്ലോ. ഇപ്പം തദ്ദേശ തെരഞ്ഞെടുപ്പ് ആവുമ്പോൾ പൊതുവെ പ്രാദേശിക പ്രശ്നങ്ങൾ, ജനകീയ പ്രശ്നങ്ങൾ, അതൊക്കെയാണ് വോട്ടർമാർ വിലയിരുത്തുക. പക്ഷേ എനിക്ക് തോന്നുന്നത് ഇപ്രാവശ്യം ഈ ശബരിമല സ്വർണ്ണക്കൊള്ള അത് സജീവമായിട്ട് ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട്. മാത്രമല്ല, ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയം അതും സജീവമായിട്ട് ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അതിലൊക്കെയുള്ളൊരു ജനങ്ങളുടെ പ്രതികരണം കൂടിയല്ലേ ഈ തെരഞ്ഞെടുപ്പ് ഫലത്തിലൂടെ മനസ്സിലാവുന്നത്. നമുക്ക് മാത്രമല്ല, ഇപ്പോൾ നമ്മൾ സംസ്ഥാനത്തൊട്ടാകെ നോക്കിക്കഴിഞ്ഞാൽ ഈ കമ്മ്യൂണിസ്റ്റ് കോട്ടകളിൽ പോലും വിള്ളലുണ്ടാക്കാൻ BJPക്ക് സാധിച്ചു എന്നുള്ളതാണ്. തിരുവനന്തപുരം തൊട്ട് കാസർഗോഡ് വരെ. അപ്പം അതും പാർട്ടി വളരുന്നു എന്ന് തന്നെയല്ലേ മനസ്സിലാക്കേണ്ടത്. ചില സ്ഥലങ്ങളിലേക്ക് ഞാൻ നെയ്യാറ്റിൻകര ഒരു അസംബ്ലി ഇലക്ഷനൊക്കെ നിന്ന സമയത്ത് ചില വീടുകളിൽ ഞാൻ പോയി, കമ്മ്യൂണിസ്റ്റുകാരുടെ വീട്ടിൽ പോയി സംസാരിക്കും. ഒരു നല്ല എന്നെ വലിയ റെസ്പെക്റ്റും ഒക്കെ. അപ്പോൾ അദ്ദേഹം പറയുന്നത്, ഞാൻ കമ്മ്യൂണിസ്റ്റ് ആണ്, ഞാൻ അനിയ വോട്ട് ചെയ്യില്ല, എൻ്റെ മക്കളും ഭാര്യയും വോട്ട് ചെയ്യും, എൻ്റെ ഭാര്യയും മക്കളും വോട്ട് ചെയ്യും, ഇവർ വോട്ട് ചെയ്യില്ല. അതേപോലെ ഇപ്പോഴത്തെ ഈ കാണുന്ന യങ്സ്റ്റേഴ്സ് ഇതിൽ രാഷ്ട്രീയം പറഞ്ഞാൽ അതിൻ്റെ നിലനിൽപ്പിന് വേണ്ടി ഇങ്ങനെയുള്ള തെറ്റിന് കൂടെ നിൽക്കില്ല. അതിൻ്റെ ഒരു റിസൾട്ടാണ്. മനസ്സിലായി? ഈ ലേഡീസിന് സേഫ്റ്റി ഇല്ല എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി ഉണ്ട്, അതിൽ പ്രവർത്തിക്കുന്ന ഒരു MLA ഇങ്ങനെയാണെന്നൊക്കെ കാണുക. ഇതൊക്കെ നമ്മൾ കൊണ്ടുവന്ന ഈ 2 വിഷയവും കൂടുതലും കൊണ്ടുവന്ന നമ്മളെ ജനം TV ആണ് പ്രത്യേകിച്ച്. തീർച്ചയായും അതിനാണ് ഇപ്പം രാജ്യസ്നേഹമുള്ളതും രാജ്യത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നതും പ്രോഫിറ്റിന് അല്ലാതെ ഒരു സേവനമായിട്ട് പ്രവർത്തിക്കുന്നത് ജനം TV ആണ്. അത് കാണുന്ന ഒരുപാട് പ്രക്ഷോഭകർ MD എന്നുള്ളതിൽ എന്നെ വിളിച്ച് ഒരുപാട് അപ്രിസിയേഷൻ പറയുന്നു. പ്രത്യേകിച്ച് അനിലിനെയൊക്കെ ഒരുപാട് വിളിച്ചിട്ടൊക്കെ നല്ല കാര്യങ്ങളൊക്കെ പറയുന്നു. പിന്നെ ചിലരുണ്ട് കണ്ടിട്ട് അത് സഹിക്കാൻ വയ്യ കുറ്റം പറയുന്നവരൊക്കെ ഉണ്ടാകും, നമുക്ക് മനസ്സിലാവുന്നില്ല. അതിൽപ്പെട്ട ഒരുപാട് ആൾക്കാരുണ്ട്. കുറേ ആൾക്കാർ കുറേ പൈസ ആയിട്ട് കൊണ്ടുവന്ന് ഇവിടെ ചാനലൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അവരുടെ ഒറ്റ ഉദ്ദേശം അങ്ങനെയെന്ന് പറഞ്ഞാൽ രാജ്യത്തെ തെറ്റായിട്ട് കാണിക്കുക, അതിലൂടെ ഓപ്പോസിഷൻ ആൾക്കാരെ അതിൽ പറഞ്ഞ പോലെ കുറേ തീവ്രവാദ സംഘടനയിൽ നിന്നൊക്കെ ഫണ്ട് കിട്ടുക, അതിലേക്ക് വേണ്ടി
നമുക്ക് അതിനുള്ള അഡ്വർടൈസ്മെന്റ് പോലും കിട്ടില്ല. അതെ അതെ ജനത്തിലാണ് കൂടുതലും പബ്ലിസിറ്റി കിട്ടാത്തതാണ്. കാരണം നമ്മൾ സത്യസന്ധമായിട്ട് മാത്രമേ പറയുന്നു ചെയ്യുന്നു എന്നുള്ളതുണ്ടായിരിക്കും. പക്ഷെ നമ്മൾ അതിനൊന്നും ആരെയും വകവയ്ക്കാതെ പ്രവർത്തിക്കുന്ന ഒരു ടീമാണ് ജനം, ഫാമിലി ജനം ടിവിയും. അതിൽ നിക്ഷേപകരായാലും അതിലെ പ്രേക്ഷകരായാലും രാജ്യത്തിന്റെ സുരക്ഷയും രാജ്യത്തിന് വേണ്ടി മാത്രം ആഗ്രഹിക്കുന്ന, നന്മയ്ക്ക് വേണ്ടി മാത്രം ആഗ്രഹിക്കുന്നതാണ്. അല്ല, മറ്റു ചാനലുകളിലൊന്നും ഇന്ന് വലിയ ആവേശം കാണുന്നില്ല. അയ്യോ, പലയിടത്തും കരച്ചിലാണ്, ശോകമൂകമായിട്ടുള്ള അന്തരീക്ഷമാണ് ഉള്ളത്. അപ്പോൾ നോക്കൂ, BJP-യെ പ്രത്യക്ഷമായും പരോക്ഷമായും വിമർശിക്കുന്ന അല്ലെങ്കിൽ കൃത്യമായിട്ട് ആക്രമിക്കുന്ന ചാനലുകളാണ്. അത് പൊതുവിൽ നോക്കിയാൽ മതി. ജനം TV ഒഴിച്ച് ബാക്കി എല്ലാ ദൃശ്യമാധ്യമങ്ങളുടെയും അടിസ്ഥാനപരമായിട്ടുള്ളൊരു സ്വഭാവം എന്ന് പറയുന്നത് അതാണ്. നമ്മൾ ആ ഒരു ചാനലിനെയും ആരെ പറ്റിയും കുറ്റം പറയുക എന്നുള്ളത് നമ്മളുടെ ബ്ലഡിലൊന്നും ഇല്ലാത്തതാണ്. നമ്മൾ കുറ്റം, പക്ഷെ ചില തെറ്റുകൾ കാണുമ്പം കണ്ടില്ല എന്ന് പറഞ്ഞിരിക്കാനത് നമ്മൾ അറിയില്ല. നമ്മൾ കണ്ണടച്ചുകൊണ്ടിരിക്കില്ല. നമ്മൾ ഗാന്ധിസം പോലെയല്ല, ഒരു സൈഡിൽ അടിച്ചാൽ മറു സൈഡ് കാണിക്കുകയല്ല, നമ്മൾ രണ്ട് തിരിച്ചടിക്കും. അതാണ് ജനം ടിവിയുടെ ആൾക്കാർ. ഈ സത്യസന്ധമായിട്ടുള്ള ഈ പ്രവർത്തനത്തെ ചിലർ എതിർക്കുന്നു എന്ന് പറയുന്നത് ഈ നിലനിൽപ്പിന്റെ കാര്യത്തിൽ വേണ്ടി ആളുകൾ കൺഫ്യൂഷൻ ചെയ്യുന്നതാണ്. ഇപ്പം മാറി, അതിപ്പം മാറിയിട്ടുണ്ട്. ഒരുപാട് പേര് ജനം ടി വി വേൾഡ് വൈഡ്, നമ്മളെ കേരളത്തിനെക്കാളും കേരളത്തിന്റെ വെളിയിലുള്ളവരാണ് ജനം ടിവിയുടെ പ്രേക്ഷകർ. രാത്രിയൊക്കെ വിളിച്ച് ഒരുപാട് അപ്രിസിയേഷൻ ആയിട്ടൊക്കെ പറയുന്നത് തന്നെ. ഇപ്പോഴാണ് നല്ലൊരു ന്യൂസും സത്യം എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നു എന്ന് പറഞ്ഞിട്ടൊക്കെ ഒരുപാട് ഇങ്ങനെ പ്രേക്ഷകരൊക്കെ വിളിച്ച് പറയുന്നു. ഇന്ന് നമ്മൾ കൂടുതലും സന്തോഷിക്കുന്നത് കേരളത്തിന്റെ വെളിയിലുള്ള, കേരളം വിട്ടുപോയിട്ടുള്ള. കാരണം വിടാൻ കാരണം എന്ന് പറഞ്ഞാൽ ഇടതും വലുതിന്റെ ഈ ഭരണം കൊണ്ട് കേരളത്തിൽ ഒന്നും ഒരു ബിസിനസ്സോ ഒരു തൊഴിലോ കിട്ടാതെയാണ് അവർ ആ നാട് വിട്ടുപോയത്. നാടുമായിട്ടുള്ള വേർപാടിന് കാരണക്കാർ ഇവരാണെന്നുള്ള അവർക്ക് മനസ്സിലാവും. അവരൊക്കെയാണ് സന്തോഷിക്കുന്നത്. അതിനൊരു മാറ്റം തീർച്ചയായിട്ടും നമ്മളെ പ്രസിഡന്റ് പോലെ മാറാത്തത് ഇനി മാറും. അതെ അതെ അതെ, യാഥാർത്ഥ്യം. ഇവിടെ വീണ്ടും നമുക്ക് തിരുവനന്തപുരത്തേക്ക് വരാം. നോക്കൂ, കഴിഞ്ഞ 5 വർഷം അല്ലേ അഴിമതി മുഖമുദ്രയാക്കിയ ഒരു പ്രാദേശിക ഭരണകൂടമായിരുന്നു തിരുവനന്തപുരം നഗരത്തിൽ ഉണ്ടായിരുന്നത് അല്ലേ. ഇപ്പോൾ നോക്കൂ, മേയർക്കെതിരെ രൂക്ഷ വിമർശനം ഉന്നയിച്ചിരിക്കുകയാണ്. അതായത് CPM-ൻ്റെ കൗൺസിലറായിരുന്ന ഒരു യുവതി തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. കാരണം അതൊരു മേയറുടെ ഓഫീസ് എന്ന് പറയുന്ന ഒരു കോക്കസായിട്ട് മാറി എന്നുള്ളതാണ്. അപ്പോൾ വിമർശനം പാർട്ടിക്കകത്തു നിന്ന് തന്നെ ഉയരുന്നു. ഈ 5 വർഷം വലിയ കൊട്ടിഘോഷിച്ചാണ്. അതായത് ലോകത്ത് തന്നെ ഏറ്റവും പ്രായം കുറഞ്ഞ മേയർ എന്നൊക്കെ പറഞ്ഞ് പൊക്കിക്കൊണ്ടുപോയിട്ട്, മാത്രമല്ല അവർക്ക് ഇപ്രാവശ്യം സീറ്റ് കൊടുത്തില്ല. സീറ്റ് കൊടുക്കണം നിർബന്ധമൊന്നുമില്ല, പക്ഷേ അവരെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ പോലും സജീവമായിട്ട് ഇറക്കിയില്ല. അങ്ങനെ കൊട്ടിഘോഷിച്ചിട്ടുണ്ടെങ്കിൽ, അവരുടെ കാലത്ത് വികസനം കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അല്ലേ, അവരെ മുന്നിൽ നിർത്തിയായിരുന്നല്ലോ ഇടതുമുന്നണി വോട്ട് തേടേണ്ടിയിരുന്നത്. അപ്പോൾ അവർക്ക് തന്നെ മനസ്സിലായി കൈവിട്ടു പോയി എന്ന്. അല്ല, അവരവിടെ നിർത്തിയിരുന്നുവെങ്കിൽ ഇതിന് സീറ്റുകൾ കുറയുമായിരുന്നു. കാരണം അവരിപ്പം നിൽക്കാത്തതല്ലേ. എനിക്ക് തോന്നുന്നു ഞാൻ ട്രിവാൻഡ്രം വിട്ടി തന്നെ പോയെന്ന് പറഞ്ഞു. താമസമൊക്കെ വിട്ട് വേറെ കലിക്കട്ടത്ത് പോയെന്നൊക്കെ. ആ കുട്ടിയുടെ കല്യാണത്തിന്റെ ഒരു നിശ്ചയം പോലെ തമ്മിൽ കാണുന്നതൊക്കെ എൻ്റെ ഒരു ശംഖുമ ഹോട്ടലിൽ വെച്ചൊക്കെയായിരുന്നു. ഒരു ഇൻസിഡന്റ് എന്ന് പറഞ്ഞാൽ അവർ നിർബന്ധിച്ചിട്ട് അവിടെ റെസ്റ്റോറൻറ്റിൽ നിന്ന് അവര് തീയൊക്കെ മേടിച്ച് കഴിച്ചു കൊടുത്തു. അതിനുശേഷം ഹസ്ബൻഡ് ആവാൻ പോകുന്ന ആൾ നിർബന്ധിച്ചിട്ട് ബില്ല് വേണമെന്ന്, അത് കൊടുക്കില്ല എന്ന് പറഞ്ഞില്ലല്ലോ, തന്നേ പറ്റുമെന്ന് പറഞ്ഞ് അവർ മേടിച്ചു. ബില്ലെന്തോ അടച്ചതിന് ശേഷം പിറ്റേ ദിവസം കുറച്ച് ഹെൽത്തിന്റെ ആൾക്കാരൊക്കെ പറഞ്ഞു അവിടെ പോയിട്ട് മേയറുടെ കൂടെ വന്നപ്പോൾ അവര് ബില്ല് മേടിച്ചു. ഇതാണ് പക്വതയില്ലായ്മ എന്നൊക്കെ പറയും, ഈ പ്രായം കുറവെന്നൊക്കെ പറയും. പക്ഷെ അവർ ചെയ്യുന്ന, ഞാനൊരു ചെറിയ ഉദാഹരണം പറഞ്ഞോളൂ, അവരെനിക്കുള്ള കംപ്ലൈന്റ് യാഥാർത്ഥ്യമാണ്. ഞാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. ആ KSRTC ഡ്രൈവറെ പരസ്യമായിട്ട് അധിക്ഷേപിച്ചില്ലേ, എന്നിട്ട് ആ പയ്യന്റെ മുകളിലാണ് കേസുള്ളത്. ഇവരെ പോലും മാറ്റി നിർത്തും. അപ്പൊ പാർട്ടി സംരക്ഷിക്കും എന്ന് പറഞ്ഞിമിച്ച ആൾക്കാർക്ക് ഞാനൊരു മെസ്സേജ് ഉണ്ട്. ഈ പാർട്ടി അങ്ങനെയുള്ളല്ലോ, നല്ലതായിരുന്നു. എന്തെങ്കിലും തെറ്റ് ചെയ്താൽ അപ്പോഴ് അതിന്റെ ലീഡേഴ്സിനെയൊക്കെ കണ്ട് പറഞ്ഞാൽ അതിന് ഉടനെ ആക്ഷൻ എടുക്കുന്ന ഒരു പാർട്ടിയൊക്കെ ആയിരുന്നു ഒരു സമയം, നമ്മൾ കണ്ടതും കേട്ടതുമായിട്ടുള്ള കമ്മ്യൂണിസ്റ്റൊക്കെ. ഇപ്പോഴങ്ങനെയല്ല, ഇപ്പം പാർട്ടി സംരക്ഷിക്കും. അങ്ങനെ എൻ്റെ ഒരു ബ്രദറിന്റെ മോൻ കണ്ണൂരാണ്. ഹോട്ടൽ മാനേജ്മെന്റ് പഠിക്കാൻ പോകുമ്പോൾ അവൻ മൂന്നാറിൽ, അവൻ വന്നിട്ട് മാഹിന്ന് ലിക്കറൊക്കെ മേടിച്ചിട്ട് മൂന്നാർ കൊണ്ടുവന്ന് കോളേജ് സെയിൽ ചെയ്തു. അപ്പം കോളേജിലൊരു പറഞ്ഞു, എന്നെ വിളിച്ച് പറഞ്ഞു, ഞാൻ പയ്യൻ ഇതൊക്കെ ചെയ്യാൻ നമ്മൾ കോളേജിൽ നിന്ന് വെളിയിലാക്കിയത്.
അപ്പം ഞാൻ അവനെ വിളിച്ച് കേട്ടു, അവനെ തനിക്ക് ഇത് എങ്ങനെ ധൈര്യം വന്നു? അവൻ പറയാണ്, അച്ഛാ എനിക്ക് കമ്മ്യൂണിസ്റ്റ്, വലിയച്ഛൻ എനിക്ക് കമ്മ്യൂണിസ്റ്റിൻ്റെ മെമ്പർഷിപ്പ് ഉണ്ട്, ഞാൻ എൻ്റെ വലിയ ആൾക്കാരുമായിട്ട് വലിയ ബന്ധമുണ്ട്, എനിക്ക് എന്തെങ്കിലും വന്നാൽ അവർ സംരക്ഷിക്കാമെന്ന് പറഞ്ഞു, അതുകൊണ്ടാണ് ഞാൻ വിളിച്ചത്. സത്യമാണ്, നമ്മുടെ കുടുംബത്തിൽ നടന്നതാണ്. ഇങ്ങനെ കേൾക്കുമ്പോൾ ഈ കണ്ണൂരിൽ നിന്ന് എന്തുകൊണ്ടാണ് ഈ കുട്ടികളെയൊക്കെ വെളിയിലൊക്കെ പഠിപ്പിക്കുന്നു, പറഞ്ഞു വിടുന്നു എന്നൊക്കെ കാരണം ഇങ്ങനെയുള്ള ക്ലാസ്സുകൾ കൊടുക്കുന്നു. നിങ്ങൾ എന്ത് ചെയ്താലും, കഞ്ചാവ് കച്ചവടം ചെയ്താലും പിടിച്ചാൽ ഞങ്ങൾ സംരക്ഷിക്കാം, ആ തെറ്റായിട്ടുള്ള വഴിയിൽ കൂടെ പഠിപ്പിക്കുന്നു. മുമ്പേ ഇതല്ലായിരുന്നു. ഏറ്റവും നല്ലൊരു ഡിസിപ്ലിനുള്ള ആള് സഖാവ് എന്ന് വിളിക്കുമ്പോൾ മുമ്പേ സഖാവ് എന്ന് പറയുമ്പോൾ വലിയ റെസ്പെക്ട് ഉണ്ട്. ഇപ്പൊ സഖാവ് എന്ന് പറയുമ്പോൾ അവരെ കളിയാക്കുന്നവരെ കളിയാക്കാം, മോഷ്ടാവാണോ അല്ലേ, കൊള്ളക്കാരനാണോ എന്നൊക്കെ ആളുകൾ സംശയിച്ചു തുടങ്ങി. മാറിയെന്ന്. പക്ഷെ ഇതൊക്കെ നമ്മൾ സഹിച്ച് ഇങ്ങനെ അവരെ കൊണ്ട് നടന്നത് കൊണ്ടാണ് ഇവർക്ക് ഇത്രയൊക്കെ ധൈര്യവും ഇതിവിടേക്ക് ഈ കേരളത്തിൽ ഇതൊക്കെ ചെയ്യാൻ പറ്റും. അതുകൊണ്ടായിരിക്കും അവർ പറയുന്നത് ഇത് കേരളമാണ്, ഇതെല്ലാം നടക്കും, ഇതൊക്കെ ചെയ്യാൻ സാധിക്കും എന്നുള്ളതായിരിക്കും. ഇതിൻ്റെയൊക്കെ ഒരു റിസൾട്ടായിട്ടാണ് നമ്മൾ. അല്ല, അഴിമതിയുടെ കാര്യം ഞാൻ പറഞ്ഞു, പൊങ്കാലയുടെ മറവിൽ പോലും പണം അടിച്ചതാണ്, പിടിക്കപ്പെട്ടതുമാണ് ഒരുപാട്. 5 വർഷത്തിൽ എന്തൊക്കെ ക്രയം. ഇപ്പൊ പാർട്ടി തന്നെ കൊണ്ട് 2000 കോടി രൂപയുടെ എന്തൊക്കെ എക്സ്പെൻസ് ഇവിടെ ചെയ്തിരിക്കുന്നു. എന്താണ് നേമത്ത് ജനസഭ നടത്തിയ സമയത്ത് CPM-ന്റെ പ്രതിനിധി അവകാശപ്പെട്ട അതാണ്, ഏകദേശം 2250 കോടിയുടെ വികസന പ്രവർത്തനങ്ങൾ നടത്തിയത് കഴിഞ്ഞ 5 വർഷം. അപ്പോൾ BJP-യുടെ പ്രതിനിധി കൃത്യമായിട്ട് പറഞ്ഞു, അതിൽ കേന്ദ്രത്തിൻ്റെ സംഭാവന, കേന്ദ്ര ഫണ്ട്, കേന്ദ്രത്തിൻ്റെ എത്രയോ പദ്ധതികൾ ഇവിടെ നടപ്പിലാക്കി. ഒരു ഉദാഹരണം, ഈ പൊന്നറ ശ്രീധരൻ പാർക്ക് എന്ന് പറയുന്നത്, ഞാൻ കേരളത്തിൽ ആദ്യം ബോംബെയിൽ നിന്ന് വന്നിട്ട് എൻ്റെ ഒരു ക്ലാസ്, എനിക്ക് എൻ്റെ നാട്ടിനെ മാറ്റാൻ എന്നെ സാധിക്കും. ഇപ്പൊ ട്രിവാൻഡ്രത്തുള്ള മാക്സിമം പാർക്കുകളും ഞാനാണ് ഡെവലപ്പ് ചെയ്യുക, ആർക്കും അറിയില്ല. ഇപ്പൊ ഇൻക്ലൂഡിങ് ഇന്റർനാഷണൽ എയർപോർട്ടിന്റെ വെളിയിലുള്ള ലാൻഡ്സ്കേപ്പിംഗ് കണ്ടാൽ ഇന്നും നിങ്ങൾക്ക് ആർക്കും മനസ്സിലാവും, ഞാനാണ് ചെയ്യിച്ചത്. അത് നിലവിളക്ക് നിറവറയൊക്കെ വെച്ചിട്ട് ചെയ്ത് ലാൻഡ്സ്കേപ്പിംഗ് ചെയ്തെടുത്തതാണ്. അതാണ് വന്നതിന് ശേഷമാണ് ബോർഡുകളൊക്കെ എടുത്ത് മാറ്റി. പൊന്നറ ശ്രീധരൻ പാർക്ക് ഞാൻ ആദ്യം മാറ്റിയത്, ഞാൻ ആദ്യമായിട്ട് ബോംബെയിൽ പോയി 50 വർഷം മുമ്പേ, 52 വർഷം മുമ്പ് പോയിട്ട് തിരിച്ചു വന്ന് 2 വർഷം കഴിഞ്ഞു. അന്ന് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങിയപ്പോൾ കണ്ട കാഴ്ചയാണ് പൊന്നറ ശ്രീധരൻ പാർക്ക്. 6 അടി താഴ്ചയിൽ വേസ്റ്റ് ഇടുകയും 3-4 ഫാമിലി, ലോകത്തുള്ള ഇത്രയും കൊടികളൊക്കെ കെട്ടി. ഇതൊക്കെ നോക്കുമ്പോൾ കാണുമ്പോൾ തന്നെ തിരുവനന്തപുരത്തിന്റെ റെയിൽവേ സ്റ്റേഷന്റെ വെളിയിലാണ്, അപ്പുറത്തെ സൈഡ് ബസ് സ്റ്റാൻഡ്. എൻ്റെ മനസ്സിലൊക്കെ എൻ്റെ കേരളം ആൾക്കാർ വെളിയിൽ നിന്ന് വരുമ്പോൾ ഇതല്ലേ കാണുന്നത്. അപ്പം അന്ന് മുതലേ എനിക്ക് ഇതൊന്ന് മാറ്റണം. അങ്ങനെയാണ്. അപ്പം 25 വർഷം മുമ്പേ ഞാൻ ട്രിവാൻഡ്രത്ത് എൻ്റെ ഹോട്ടൽ ഇതിൻ്റെ തുടങ്ങുന്ന സമയത്ത് ഞാൻ ആദ്യം പോയ ഇവിടുത്തെ മേയറെ കണ്ടിട്ട്, ഒരു ടീച്ചർ മേഡം, മിനിസ്റ്ററിനാണ്, നല്ല പോസിറ്റീവ് മേഡമായിരുന്നു. അപ്പം അവരോട് ഞാൻ കേട്ടി, എന്നെ പൊന്നറ ശ്രീധരൻ പാർക്ക് എനിക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ തരും. ഒരു ചിരിച്ചിട്ടൊക്കെയാണ്, എന്താ രാജൻ, എന്താ പൈസ അത്ര ഉണ്ടോ അവിടെ? അപ്പൊ അതൊരുപാട് ചിലവില്ല, കാരണം 6 അടി താഴ്ച, അതൊക്കെ മണ്ണ് ഫില്ല് ചെയ്യണം, രാഷ്ട്രീയ പാർട്ടിയുടെ കൊടികളൊക്കെ മാറ്റണം, അത് പബ്ലിക് പരിസരം, അത് അങ്ങനെയല്ല വെക്കേണ്ടതാണ്. ഞാനത് ചെയ്തോളാം, എനിക്കൊരു ലോങ് ലീസിൽ ഒരു 20 വർഷത്തെ ഒരു കോണ്ടാക്ട് തരിക. അപ്പൊ എന്നോട് പറഞ്ഞ് ഹോട്ടൽ പബ്ലിസിറ്റി ഒന്നും അവിടെ വയ്ക്കാൻ പറ്റൂല. ഞാൻ പറഞ്ഞു അതൊന്നും എനിക്ക് വേണ്ട, ഒരു വേർഡ് വെക്കണം, ഇവിടെ രാഷ്ട്രീയ കൊടികളോ പാടില്ല, പ്രതിഷേധ ഫ്ലക്സോ വയ്ക്കാൻ അനുവദനീയമല്ല, ഇത് മാത്രം തന്നാൽ മതി. അങ്ങനെ മേടിച്ചിട്ട് ഞാനാണത് 6 മാസം നൈറ്റിൽ നിന്ന് മണ്ണടിച്ച് ഫില്ല് ചെയ്ത് 4 ഫാമിലി ഉണ്ടായിരുന്നു അവിടെ സ്ഥിരം താമസിക്കുന്നത്. അവരൊന്ന് മാറ്റിവിടാൻ പോകുമ്പോൾ അവിടുത്തെ കുറെ തൊഴിലാളി യൂണിയൻകാർ വന്നിട്ട്, സാറേ അവരെവിടെ പോകുമ്പോൾ അവർക്ക് എന്തെങ്കിലും കൊടുക്കുക, ഇത് എൻ്റെ ഒരു ആവശ്യം പോലും. ലാസ്റ്റിൽ ഞാൻ അവർക്ക് 10,000 രൂപ വെച്ച് കൊടുത്തിട്ടാണ് അവരൊന്ന് പറഞ്ഞു വിട്ടത്. അങ്ങനെ മണ്ണ് ഫില്ല് ചെയ്ത് എല്ലാ രാഷ്ട്രീയ പാർട്ടിയുടെ കൊടികളൊക്കെ മാറ്റി സെക്യൂരിറ്റി വെച്ചാണ് 20 വർഷം പൊന്നറ ശ്രീധരൻ പാർക്ക്, പൊന്നറ ശ്രീധരൻ്റെ സ്റ്റേജ് മണ്ണിൻ്റെ അടി കിടക്കുകയായിരുന്നു. അവിടെ കൊണ്ടുപോയി കരമന ശശി എന്ന് പറഞ്ഞ ആർട്ടിനെ വിട്ടിട്ട് റിപ്പയർ ചെയ്ത് പെയിന്റിങ് ചെയ്ത് ഒരു പീഠം ഉണ്ടാക്കി, വാട്ടർ ഫോൾസ് ഉണ്ടാക്കി, അതിൻ്റെ മുകളിൽ വെച്ച് ഭയങ്കര അലങ്കരിച്ച് സെക്യൂരിറ്റി വെച്ചിട്ടാണ് ഞാനത് മെയിൻറ്റെയിൻ ചെയ്തത്. അങ്ങനെ കുറേ പാർക്കുകൾ, അയ്യങ്കാളി പാർക്ക് ആയാലും ചാക്ക പാർക്ക്, ഇങ്ങനെ കുറേ ഐലൻഡുകളെല്ലാം ഞാനാണ്. ഇതിന്റെ പൈസ ഉണ്ടായിരുന്നിട്ടല്ല, പക്ഷെ നമ്മളൊരു നഗരസഭ ചെയ്യേണ്ടതല്ലേ അല്ലേ. അതിനുശേഷം ഈ നഗരസഭ ഇപ്പൊ തിരിച്ചെൻ്റെ എടുത്തിട്ട് പൊന്നറ ശ്രീധരൻ പാർക്ക് എടുത്തിട്ട് 2 കോടി രൂപ എന്തൊരു സെൻട്രൽ ഗവൺമെന്റിന്റെ ഒരു ഫണ്ട് നമ്മളുടെ ഈ സ്മാർട്ട് സിറ്റിയുടെ എടുത്തിട്ട് എന്ത് ചെയ്തെന്നറിയും, അത് ചെയ്തിട്ടുണ്ട്. അവസാന ഘട്ടത്തിൽ കോർപ്പറേഷൻ ഒരു സെക്രട്ടറി വന്നു, അത് ഒരുപക്ഷെ താങ്കളുടെ ശ്രദ്ധയിൽപ്പെട്ട് കാണും. ആ ഒരു ആൻറ്റി
BJP അതിലുപരി ആൻറ്റി ഹിന്ദു ആറ്റിറ്റ്യൂഡുമായിട്ടുള്ള ഒരു സെക്രട്ടറി അല്ലേ? ഇവർക്ക് ഈനാമ്പച്ചിക്ക് മരപ്പെട്ടി കൂട്ട് എന്ന് പറഞ്ഞ പോലെ. ഞാനിപ്പം കേട്ടായിരുന്നു, നമ്മളിപ്പം നമ്മളെ സംഘത്തിൻ്റെ RS BJP ഒരിക്കലും നമ്മൾ വർക്ക് ചെയ്യാൻ സംസാരിക്കില്ല. പക്ഷെ ഇപ്പം വന്നിട്ടുള്ള ഒരു സെക്രട്ടറി കോർപ്പറേഷൻ്റെ, അദ്ദേഹം മേയർ പോയപ്പോൾ ഒരു സെക്രട്ടറി പവർ കൊടുത്തപ്പോൾ അദ്ദേഹമാണ് എല്ലാം എന്ന് പറഞ്ഞ് മിച്ച് ഒരുപാട് ഇങ്ങനെയുള്ള കംപ്ലൈൻറ്റുകൾ കേൾക്കുന്നു. പലയിടത്തും താഴ്ത്തട്ടിലുള്ള ഓഫീസേഴ്സ് ചെയ്തതിനൊക്കെ ക്വസ്റ്റ്യൻ ചെയ്ത് അവർക്ക് മെമ്മോ കൊടുക്കുകയും അവർ കൊടുത്തതായിട്ടുള്ള ഓർഡറൊക്കെ നോട്ടീസ് അയക്കുകയും ക്യാൻസൽ ചെയ്യുമെന്ന് പറയും. എന്നിട്ട് ഓപ്പണായിട്ട് പറയുന്നു അടുത്ത ഇനി BJP ആണ് ഭരണത്തിൽ വരിക, അപ്പം അതിന് മുമ്പേ കുറേ കാര്യങ്ങൾ ചെയ്യണം എന്ന് പറഞ്ഞിട്ടൊക്കെ ചെയ്യുന്നു എന്ന് പറയും. പക്ഷെ ഇത് ഇങ്ങനെ അല്ല ചെയ്യേണ്ടത്. ഇവരൊക്കെ നാളെയൊക്കെ IAS കിട്ടിയൊക്കെ സെക്രട്ടറിയൊക്കെ ആവേണ്ടതാണ്. ഇപ്പം IAS ഒന്നും അല്ലാതെ വന്നിരിക്കുന്നത് ഇവരൊന്ന് സെലക്ട് ചെയ്ത് പാർട്ടിയുടെ ആളായിരിക്കും വന്നിരുത്തുന്നത്. പക്ഷെ വരുന്നതെല്ലാം പ്രതികാരമാണ് ചെയ്യുന്നത്. ഈ കോർപ്പറേഷൻ ഇത്രയും വർഷം അവർ ഭരിച്ചു എന്ന് പറയുമ്പോൾ അവർ നല്ല ചെയ്യാത്തതിന് കാരണം അവർ മനസ്സിൽ പ്രതികാരം ചെയ്യുക എന്നുള്ളത്. ആര് ഫണ്ട് തന്നില്ല അവർ വിളിച്ച് പറയും, അവിടെ പോയി കേസെടുക്കുക. അങ്ങനെ എനിക്ക് ഒരുപാട് അനുഭവങ്ങളുണ്ട്. ഞാനിപ്പോൾ ഇവിടെ വന്നിട്ട് ഈ ഒരു ബിസിനസ്സൊക്കെ ചെയ്യുന്ന ടൂറിസത്തിൽ ചെയ്യുന്നത് എന്താ പറയുക, ആലപ്പുഴയൊക്കെ വലിയ പ്രശ്നങ്ങളാണ് ഫേസ് ചെയ്യുന്നത്. റോഡ് പോലും ഉണ്ടാക്കുക ചെയ്യുക, അതിലേക്കും സഹകരിക്കാത്ത അവിടുത്തെ കോർപ്പറേഷൻ്റെ ആൾക്കാർ എല്ലൊക്കെ ഉണ്ട്. ഇങ്ങനെയൊക്കെ ഉള്ളതാണ്. നമ്മൾ പറയാൻ പോയ ഇവിടെ ഈ ബിസിനസ് ആരും ഇവിടെ വരില്ല. അതുകൊണ്ട് ഞാൻ എൻ്റെ ഫാമിലിക്ക് പോലും ഇവിടുത്തെ പ്രശ്നങ്ങളൊന്നും പറയും. പക്ഷെ ഇതൊക്കെ ജനങ്ങൾക്ക് ഫേസ് ചെയ്യേണ്ട കാര്യങ്ങളാണ്. അത് നമ്മൾ പറഞ്ഞില്ല, ചെയ്തില്ല, തിരുത്തിയില്ല എന്നുണ്ടെങ്കിൽ അത് ജനം തിരുത്തും എന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ ജനങ്ങൾക്ക് തന്നെ കൊടുക്കും. അല്ല, ഈ തിരുവനന്തപുരത്തിൻ്റെ വികസനമൊക്കെ ഇപ്പോഴത്തെ ഇവർ കൊട്ടിഘോഷിക്കുന്ന വികസനം അതൊക്കെ ഒരു 10-20 വർഷങ്ങൾക്ക് മുമ്പ് വരേണ്ടതല്ലേ അല്ലേ? ഇപ്പം നോക്കൂ, നമ്മൾ തൊട്ടപ്പുറത്ത് ചെന്നൈയിൽ പോയി കഴിഞ്ഞാൽ, തമിഴ്നാടിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സാണ്. ചെന്നൈയിലോട്ട് പോയി കഴിഞ്ഞാൽ ഓരോ യാത്രയിലും പുതിയ പുതിയ വികസനങ്ങളാണ്. അവിടെ നോക്കൂ, വലിയ വികസനം നടക്കുന്നു. പക്ഷേ വികസനത്തിൻ്റെ കാര്യത്തിൽ ഭരണപക്ഷവും പ്രതിപക്ഷവും അവരൊറ്റക്കെട്ടാണ്. പക്ഷേ ഇവിടെ നേരെ മറിച്ചുമല്ലേ? അങ്ങനെയാണ് നടക്കേണ്ടത്. നമ്മൾ എപ്പോഴായാലും നമ്മൾ അപ്പോസിഷൻ വന്നിട്ട് ഒരു പാർട്ടിയാണ് ജയിച്ചു വന്നാൽ നമ്മൾ തിരിച്ച് അദ്ദേഹത്തിന് കൈ കൊടുത്തിട്ട് നമുക്ക് ഒന്നിച്ചു. അതെ, നാട്ടിൻ്റെ ലക്ഷ്യം വേണ്ട നാട് ഇതല്ല. ഇത് ഇവരുടെ ജീവിത മാർഗവും ഇവരുടെ കുറേ ഫാമിലിയുടെക്ക് വേണ്ടിയിട്ട് രാഷ്ട്രീയത്തിൽ വരുന്നു, അതിൽ ഇങ്ങനെയൊക്കെ പ്രവർത്തിക്കാൻ നിന്ന് എന്നിട്ട് പൈസകൾ അടിച്ചു മാറ്റിയെന്നതിനപ്പുറം കമ്മീഷൻ മേടിക്കുന്നത് സത്യസന്ധമായിട്ടുള്ളതല്ല നടക്കുന്നത്. അതാണ് സത്യസന്ധമായിട്ടുള്ള പ്രവർത്തനം നടത്തിയാൽ ഓപ്പോസിഷൻ പറയുന്നത് കേൾക്കണം. ശരിയാണെങ്കിൽ അത് അക്സെപ്റ്റ് ചെയ്യണം, അവർ എതിർക്കാനല്ല. പക്ഷെ ഇവര് ഈ പ്രതികാരം മനോഭാവം വെച്ചിട്ടാണ് ഇങ്ങനെ പറയുന്നതും പ്രവർത്തിക്കുന്നതും. അതുകൊണ്ടാണ് ഈ വികസനമൊന്നും നടക്കാതെ പോകുന്നത്. ഈ തിരുവനന്തപുരത്തിൻ്റെ തിളക്കമാർന്ന വിജയം അല്ലേ? ഇപ്പം നോക്കൂ, ഇനി 3 മാസം മാത്രമേ ഉള്ളൂ, കഷ്ടിച്ച് 3 മാസമേ ഉള്ളൂ നിയമസഭാ തെരഞ്ഞെടുപ്പിന് അല്ലേ? ആ തെരഞ്ഞെടുപ്പിൽ വിജയം ആവർത്തിക്കാനുള്ള അല്ലേ? ഇപ്പോൾ നേമത്തെ അക്കൗണ്ട് ഓപ്പൺ ചെയ്തു, അത് പക്ഷേ ഞങ്ങൾ പൂട്ടിച്ചു എന്ന് ഇടതുപക്ഷവും ഭരണപക്ഷവും അവകാശപ്പെടുന്നു. ഇതിലും വലിയ വിജയം കൊയ്യാനുള്ള ഒരു ഇന്ധനമായിട്ട് ഈ കോർപ്പറേഷൻ ഈ തെരഞ്ഞെടുപ്പിലെ വിജയം അത് മാറില്ലേ? തീർച്ചയായും ഇത് മാറുക എന്നല്ല, ഒരുപാട് ആൾക്കാർ തന്നെ മാറാൻ തയ്യാറാണ്. ഈ റിസൾട്ടോടുകൂടി ഒരുപാട് പേര് മാറാൻ തയ്യാറാണ്. അതാണ് രാജ്യത്ത് പറയുന്ന പ്രസിഡന്റ് പാർട്ടി മാറാത്തത് ഇനി മാറും. അപ്പോൾ ഒരാൾക്കാരും മാറും. കോൺഗ്രസ് ആണ്, കമ്മ്യൂണിസ്റ്റ് ആണെന്ന് പറഞ്ഞുകൊണ്ടിരുന്നവർ, ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ഫാമിലി പറഞ്ഞു ഞാൻ മാറില്ല, ഞാൻ വോട്ട് ചെയ്യില്ല, എൻ്റെ ഭാര്യയും മക്കളും മാറും. അപ്പൊ അവരുടെ കാലങ്ങളൊക്കെ കഴിയാറായി. അപ്പൊ ഭാര്യയും മക്കളുമാണ്. ആ മക്കൾക്ക് എന്ന് പറയുമ്പോൾ ഇപ്പം ലോകത്തിൽ എന്ത് നടക്കുന്നു എന്നൊക്കെ പറഞ്ഞിരുന്ന മൊബൈലിൽ കൂടെ കാണുന്നവരൊക്കെയാണ്. അത് വെച്ച് നോക്കുമ്പോൾ നമ്മളെ നാട് എന്തുകൊണ്ട് മാറുന്നില്ല? ഇന്ന് നോക്കിയാൽ തിരുവനന്തപുരം എന്ന് പറയുന്ന അനന്തപുരി ഈ പഴയ രാജാവിന്റെ സമയത്ത് ചെയ്തിരുന്നതായിട്ടുള്ള അത് മാത്രമേ ഉള്ളൂ. അതിനെ മെയിൻറ്റെയിൻ പോലും ചെയ്യുന്നില്ല എന്നുള്ള യാഥാർത്ഥ്യമാണ്. അവരുടെ സമയത്ത് കുടിവെള്ളം ഉണ്ടായിരുന്നു, അത് കോപ്പർ പൈപ്പിലൂടെയായിരുന്നു അന്ന് കുടിവെള്ളം. സുവേജ് പ്ലാന്റ് ഉണ്ടായിരുന്നു, ആ പ്ലാന്റ് ഒക്കെയാണ് ഇപ്പോഴുള്ളത്. ഒന്നും മെയിൻ്റെ പുതിയതായിട്ട് എന്ത് ചെയ്തു ഒരു ക്വസ്റ്റ്യൻ ആണ്. അതിനെ പറഞ്ഞ് ഇപ്പോഴും നമ്മൾ ഈ സുവേജ് പ്രശ്നങ്ങള്, വെള്ളം, പുതിയ ഭരണസമിതി അഡ്രസ് ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം മാലിന്യ പ്രശ്നം തന്നെയല്ലേ അല്ലേ? നമുക്ക് വിളപ്പിൽ ശാല, ചവർ ഫാക്ടറി, സംസ്കരണ ഫാക്ടറി അടച്ചതിന് ശേഷം എവിടെയാണ് ഈ തിരുവനന്തപുരത്തെ മാലിന്യങ്ങളൊക്കെ പോകുന്നത്? അതുമായിട്ട് ആർക്കും അറിയാം. ചോദ്യങ്ങൾ ഉന്നയിക്കുന്നുണ്ട്, പക്ഷെ അതിന് വ്യക്തമായിട്ടുള്ള മറുപടി കിട്ടുന്നില്ല. നല്ല രസം, ഈ മാലിന്യ പ്ലാന്റ് പൂട്ടിച്ചത് ഞങ്ങളാണെന്ന് പറഞ്ഞ് വോട്ട് ചെയ്തിട്ട് ജയിച്ചവരാ. അപ്പൊ ഈ ജനങ്ങളും അല്ലെങ്കിൽ ഇത് പൂട്ടിച്ചു, വേറെ എന്താ ഇതിന് പരിഹാരം എന്താണ് കേൾക്കുന്നില്ല എന്നുള്ളതാണ്.
നമ്മൾ അതുകൊണ്ടാണ് അവർ പറയുന്നത് അവരൊക്കെ പറയുന്നത് ഇങ്ങനെ വിഡ്ഢികളാക്കാം മനുഷ്യരെന്ന്. ഒന്ന് പൂട്ടിച്ചോന്ന് പറഞ്ഞാൽ വലിയ സന്തോഷമാണ്. അത് പരിഹാരം എന്താണെന്നുള്ള വേറെ നമുക്കൊരു പ്രയാസം വരുന്നതാണ്. അത് പൂട്ടിപ്പോയാൽ നാളെ വേറെ എന്താണ് നമ്മളതിലുള്ള അതിനെ എതിർക്കാൻ സപ്പോർട്ട് ചെയ്യാൻ ആളില്ല. ആ സപ്പോർട്ട് ചെയ്യാൻ ആരെങ്കിലും വന്നാൽ അവൻ ഒറ്റപ്പെട്ടു. അതാണ് ഈ നെഗറ്റീവ്സ് ആണ് ഈ കേരളത്തിൽ ഉണ്ടായിരുന്നത്. ഇതാണ് മാറേണ്ടത്. എന്തെങ്കിലും തെറ്റ് ചെയ്യാം. ഉദാഹരണത്തിന് ഞാൻ പറഞ്ഞു, കൗടിയാർ ഒരു ഫാക്ടറി ഉണ്ടായിരുന്നു, നിങ്ങളുടെ ഒരു കൺവെൻഷൻ സെന്റർ അടങ്ങുന്ന ഒരു ഫാക്ടറി. അത് മുമ്പേ രാഷ്ട്രീയക്കാർ സമരം ചെയ്ത് പൂട്ടിച്ച ഒരു ഫാക്ടറിയാണ്. 10 വർഷം അടഞ്ഞു കിടന്ന് കാടും പിടിച്ചു കിടന്ന് ഒരു പബ്ലിക് ലിമിറ്റഡ് കമ്പനി. ആരും എടുക്കാൻ തയ്യാറല്ല. ഞാനത് റിസ്ക് ആയിട്ട് എടുത്ത് എല്ലാ പ്രോബ്ലവും സോൾവ് ചെയ്തു. എന്നിട്ട് ലാസ്റ്റില് സ്റ്റാഫുകളെ സെറ്റിൽമെന്റും ചെയ്തു. അന്ന് 50,000 രൂപ സാലറി ഒക്കെ മേടിച്ചിരുന്നവർക്ക് ഇപ്പൊ അവരോട് ഞാൻ കേട്ടു ഇപ്പം എന്ത് ചെയ്യുന്നു പറഞ്ഞ 5,000 രൂപയ്ക്ക് അവിടെ സെക്യൂരിറ്റി പണി ചെയ്യുന്നു. ചിലർ വെജിറ്റബിൾ മാർക്കറ്റിൽ പോയിട്ട് വെജിറ്റബിൾ സെയിൽ ചെയ്യുന്നു. ഡെയിലി എന്തൊക്കെ ചെയ്തൊക്കെ ജീവിച്ചിട്ട് അത് പറയാണ്. നല്ല രീതിയിൽ കഴിഞ്ഞെല്ലാം കൂട്ടിപ്പിച്ചു കഴിഞ്ഞു. ഒരുപാട് പൈസ കൂടുതൽ കിട്ടുമോ? ഇതാണ് ഈ കേരളത്തിൽ നടന്നിട്ടുള്ളത്. അവർ കേട്ടില്ല ഇതിനൊരു കിട്ടുമോ. ഈ രാഷ്ട്രീയക്കാർ പോയിട്ട് അതിനെ അടപ്പിക്കുമ്പോൾ അല്ലെങ്കിൽ സാലറി കൊടുക്കണമെന്ന് പറയുമ്പോൾ ആ കമ്പനിയുടെ പൊസിഷൻ എന്താണ്, അവർ കൊടുക്കാൻ പറ്റുമോ, പ്രോഫിറ്റ് ഉണ്ടോ, ഇത് നോക്കി അവർ ചെയ്യുക. അപ്പം അത് അടയ്ക്കുമ്പോൾ ആളിൽ കൈയടിക്കും. ഒരു നേതാവ് എന്ന് പറയുമ്പോൾ ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ കൂട്ടിപ്പിച്ചു. കുറേ ആൾക്കാരെ അടിച്ചിട്ട് ജയിലിൽ കിടന്നു, ജയിലിൽ നിന്ന് വന്നു. ഇവരാണ് നേതാവ്. അങ്ങനെയാണ് ഇപ്പം പറഞ്ഞ് രാജീവ് ചന്ദ്രശേഖർ രാഷ്ട്രീയം അറിയില്ല, പെട്ടെന്ന് ഇങ്ങനെ വന്നു. അദ്ദേഹം എത്ര വർഷം കൊണ്ട് പ്രവർത്തിക്കുന്നു അറിയാമോ? അദ്ദേഹത്തിന് പഠിക്കാൻ എത്ര സമയം വേണ്ട. ഇവർ കാണുന്ന രാഷ്ട്രീയം എന്ന് പറയുന്നത് ജയിലിൽ കിടക്കണം, കുറെ ബസ്സുകളും ആളുകളൊക്കെ അയച്ചു കൊല്ലണം, ആരെങ്കിലും ഒക്കെ വെട്ടിക്കൊല്ലണം, ഇങ്ങനെ വയ്ക്കുമ്പോൾ ഒരു ക്രൈം. ഇവരൊക്കെ ക്രിമിനലാണ്. ആക്ച്വലി അവരെ രാഷ്ട്രീയത്തിൽ നിർത്തിക്കൂടാ. ഇതാണ് നമുക്ക് ചെയ്യേണ്ടതാണ്. ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് തിരുവനന്തപുരം നഗരത്തിൻ്റെ ഭരണ സാരഥ്യം BJPയിൽ നിക്ഷിപ്തമാവുന്നത് അല്ലേ? അപ്പോൾ സ്വാഭാവികമായിട്ടും തിരുവനന്തപുരത്തിൻ്റെ വികസനത്തിനായിട്ട് കേന്ദ്രത്തിൽ നിന്ന് ഇനിയിപ്പോൾ കൂടുതൽ അകമഴിഞ്ഞ സംഭാവനകൾ നമുക്ക് പ്രതീക്ഷിക്കാമല്ലോ അല്ലേ? തീർച്ചയായും. ഞാൻ പറഞ്ഞു, ഇവിടെ ഈ വില്ലേജ് ലെവലിൽ തന്നെ ഒരുപാട് ആൾക്കാർക്ക് ഒരുപാട് ആനുകൂല്യങ്ങൾ. അവിടുത്തെ ഈ പഞ്ചായത്ത് മെമ്പർ ഈ കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും ആയിരിക്കുന്നത് കൊണ്ടാണ് അവരെ ത്രൂ ആണ് അപ്ലൈ ചെയ്യാൻ പറ്റും. പല കുളങ്ങൾ പോലും ഇന്നും മണ്ണ് കയറി പായലും പിടിച്ച് കിടക്കുന്നു. വെള്ളത്തിന്റെ ഈ തണ്ണീർത്തടം പദ്ധതിയൊക്കെ സെൻട്രൽ ഗവൺമെന്റ് ഒരു സ്കീമുണ്ട്, അപ്ലൈ ചെയ്താൽ മതി, അതിനുള്ള ഫണ്ട്. പക്ഷെ അവർ ചെയ്യുന്നു ഒക്കെ യാഥാർത്ഥ്യമാണ്. ഇന്ത്യനാൾ ഒരുപാട് ആനുകൂല്യം. പക്ഷെ ഇത് ഇപ്പം ഭരണത്തിൽ വന്നാൽ ഇവർ തീർച്ചയായിട്ടും ചെയ്യും എന്നുള്ള യാഥാർത്ഥ്യം. അത് കണ്ടു പഠിക്കാം. അധികം സമയം വേണ്ടല്ലോ, നമ്മളൊക്കെ ഇവിടെ ഉണ്ടല്ലോ. അതെ. തിരുവനന്തപുരം അടക്കം പല പ്രദേശങ്ങളും മാറി ചിന്തിച്ചു തുടങ്ങിയിരിക്കുന്നു. അതിൻ്റെ ഒരു പ്രതിഫലനമാണല്ലോ ഇപ്പോൾ തിരഞ്ഞെടുപ്പ് ഫലത്തിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. മൊത്തം കേരളത്തിലെ മാറ്റം, മൊത്തം കേരളം മാറി ചിന്തിക്കുന്ന ഒരവസ്ഥ ഉണ്ടാവില്ലേ അല്ലേ? പ്രത്യേകിച്ച് മലപ്പുറം പോലും നല്ല റിസൾട്ടാണ്. അപ്പോൾ വികസിത കേരളം, അതുപോലെ വികസിത തിരുവനന്തപുരം, മറ്റ് പ്രദേശങ്ങൾ, എല്ലാ പ്രദേശങ്ങളുടെയും സമഗ്ര വികസനത്തിന് തന്നെയായിരിക്കും ഇനി വരുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിലും വോട്ടർമാർ സമ്മതിദാനാവകാശം വിനിയോഗിക്കുക. നമുക്ക് അങ്ങനെ പ്രതീക്ഷിക്കാം. തീർച്ചയായും പ്രതീക്ഷിക്കുകയല്ല, അത് യാഥാർത്ഥ്യമാവണം. അതിലേക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം, പ്രവർത്തിക്കാം. ആ മാറ്റം ഉണ്ടാവണം. തീർച്ചയായും പത്മനാഭസ്വാമി എല്ലാവരും അത് കടാക്ഷിക്കും എന്നുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ മണ്ണിൽ തന്നെ അതൊരു മാറ്റം നമുക്ക് അദ്ദേഹത്തെ കാണിച്ചു തന്നൊരു സന്തോഷമുണ്ട്. ആ ഒരു മാറ്റം വരുമ്പോൾ കേരളത്തിനെ ലോകത്തിലെ ഏറ്റവും നല്ലൊരു സ്റ്റേറ്റായിട്ട് കാണാൻ സാധിക്കും. കാരണം വേൾഡ് മൊത്തം സഞ്ചരിച്ച ഒരാളാണ്. ടൂറിസത്തിന് 100% സാധ്യതയുണ്ട്. അത് തെളിയിക്കുകയാണ്. ഞാൻ ആലപ്പുഴ ആയാലും വാഗമൺ ആയാലും ഒക്കെ കാണിക്കുകയാണ്. ഇതുപോലെ ഒരുപാട് സാധ്യതകളിലൂടെ വരും, ഒരുപാട് തൊഴിലവസരങ്ങൾ വരും. ഇന്ന് നമ്മൾ ഈ നാട് വിട്ടു പോകുന്ന ഒരുപാട് +2 കഴിച്ച കുട്ടികൾ തിരിച്ചു വരുന്നില്ല, ഒരു ഓൾഡ് ഏജ് ഹോമായിട്ട് മാറുന്നു എന്നൊക്കെ പറയുന്നു. ആ മാറ്റത്തിന് പാർട്ടി വന്നതെല്ലാം പരിഹാരം കാണും സത്യാവസ്ഥയാണ്. ഇത് ജനങ്ങൾ തിരിച്ചറിയും. ആ തിരിച്ചറിവിൻ്റെ ഫലമായിട്ട് വരണം. BJP കേരളം ഭരിക്കണം. ഓക്കെ സാർ, വളരെയധികം നന്ദി. ഇത്രയും സമയം ഞങ്ങളോടൊപ്പം ചെലവഴിച്ചത് വളരെ സന്തോഷം.